ഇനി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ്. മികച്ച ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെയാണ് മികച്ച സംവിധായകനായും ജൂറി പരിഗണിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നോട്ട് നിരോധിച്ച് ഗതികേടിൻ്റെ ഹോളിലേക്ക് തള്ളിയിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവിധാനവും നിർമ്മാണവും അഭിനയവും നടത്തിയ മാൻഹോളാണ് മികച്ച ചിത്രം. മേരെ പ്യാരെ ദേശവാസിയും എന്ന ഡയലോഗാണ് ജൂറിയെ ഏറെ ആകർഷിച്ചത്. രാജ്യത്ത് 500 രൂപയുടെയും 1000 രൂപയുടെയും വിനിമയം മരവിപ്പിച്ചു. തീരുമാനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ATM-നും നിയന്ത്രണം. ATM-ൽ നിന്നും 11-ാം തീയതി വരെ പിൻവലിക്കാവുന്നത് 2000 രൂപ മാത്രം. मैं जानता हूं 70 साल का उनका मैं लूट रहा हूं, मुझे जिंदा नहीं छोड़ेंगे. नाटिल कानल्ले भाइयों बहनों 50 दिन मेरी मदद करें. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 500ന്റെ നല്ല ഭംഗിയുള്ള നോട്ടായി, രണ്ടുപോലെ രാഹുൽ ഗാന്ധിയുടെ സുന്ദരമായ മുഖം പോലത്തെ നോട്ടായി. അത് മാറ്റിയിട്ട് ഈ കൂറ മുഖമുള്ള 500ന്റെ ഒരു നോട്ടാണ് മോഡിയുടെ മുഖം പോലെ. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ഇനി മികച്ച കുടുംബചിത്ര നായകനുള്ള പുരസ്കാരമാണ്. സ്വന്തം മരുമകനെ അതിരറ്റ് സ്നേഹിച്ച ചിറ്റപ്പൻ്റെ കഥാപാത്രത്തെ അവസ്മരണീയമാക്കിയ കണ്ണൂരിൻ്റെ പുലിമുരുകൻ EP ജയരാജന് ഈ പുരസ്കാരം ദിനദർഘടകം സമർപ്പിക്കുന്നു. മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണവൻ. നരഭോജികളായ വരയം പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. മുരുകനടഞ്ഞ നരസിംഹ നരസിംഹ. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ഇനി മികച്ച നടൻ. കമ്മിപ്പാടം എന്ന ചിത്രത്തിലെ ഇരട്ടച്ചങ്കനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച പിണറായി വിജയന് മികച്ച നടനുള്ള ദിനദർഘടകം പുരസ്കാരം സമർപ്പിക്കുന്നു. ചിരിച്ചുകൊണ്ട് ആരെയും വിരട്ടാനുള്ള ആ പ്രത്യേക കഴിവാണ് ജൂറിയെ പ്രത്യേകം ആകർഷിച്ചത്. കുത്തിലാണ് കാര്യം. കുത്തിക്കഴിഞ്ഞ ഒരു തിരിതിരിച്ച് കത്തി വലിച്ചു ഉരുമിടില്ല. കമ്മട്ടിപ്പാടം. പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. നിന്നെ ആരും കെട്ടിക്കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ വീട്. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അവനെന്തോ നല്ല പണി കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രന ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. അവാർഡ് കിട്ടാത്തവർ സങ്കടപ്പെടേണ്ട. ഇനി ദേശീയ അവാർഡ് വരുമ്പോൾ കിട്ടാതെ പോയവരെ പരിഗണിക്കുന്നതായിരിക്കും.
എന്നാൽ പിന്നെ അവസാനിപ്പിക്കാം. പീഡന വാർത്തകൾ കേട്ട് തലമരവിച്ചു പോയ എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം. അടുത്തയാഴ്ച പുതിയ കുരിപ്പുകളുമായി വീണ്ടും കാണാം.